ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 5. ബഷീറിന്റെ ചരമദിനമാണ് ജൂലൈ 5. ബഷീറിന്റെ ചരമദിനമാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്ന്? ഉത്തരം 1908 ജനുവരി 21. ബഷീറിന്റെ ജനനസ്ഥലം എവിടെയാണ്? ഉത്തരം കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പ്. ബഷീറിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം കായി അബ്ദുൾ റഹ്മാൻ, കുഞ്ഞാച്ചുമ്മ. ബഷീർ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 1994 ജൂലൈ 5. ബേപ്പൂരിൽ വച്ചിട്ടാണ് ബഷീർ അന്തരിച്ചത്. ബഷീർ ഏതു പേരിലാണ് സാഹിത്യലോകത്ത് അറിയപ്പെടുന്നത്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് സാഹിത്യലോകത്ത് അറിയപ്പെടുന്നത്. ബഷീറിന് ബേപ്പൂർ സുൽത്താൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം പ്രശസ്ത വിവർത്തകനും എഴുത്തുകാരനുമായ സഞ്ജയൻ. ബഷീറിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം ഫാബി ബഷീർ. ഫാബി ബഷീർ എഴുതിയ ആത്മകഥ ഏതാണ്? ഉത്തരം ബഷീറിന്റെ തണലിൽ. ബഷീറിന്റെ മക്കളുടെ പേരുകൾ എന്തെല്ലാം? ഉത്തരം അനീസ്, ഷാഹിന. സ്കൂൾ പഠനകാലത്ത് ബഷീർ ആരെ കാണാനാണ് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഉത്തരം മഹാത്മാഗാന്ധിയെ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി വന്ന സമയത്താണ് ബഷീർ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടിയിട്ട് ഒളിച്ചോടിയത്. ബഷീർ പങ്കെടുത്ത പ്രമുഖ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഏതാണ്? ഉത്തരം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടന്ന ഉപ്പു സത്യാഗ്രഹം. ബഷീർ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപീകരിച്ച തീവ്രവാദ സ്വഭാവമുള്ള സംഘടന ഏതാണ്? ഉത്തരം ഉജ്ജീവനം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബഷീർ നടത്തിയ പത്രത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഉജ്ജീവനം. ബഷീറിന് ഇന്ത്യൻ സർക്കാർ നൽകി ആദരിച്ച ബഹുമതി ഏത്? ഉത്തരം പത്മശ്രീ. ബഷീറിന് 1982 പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. ബഷീറിന് ഡിലിറ്റ് ബിരുദം നൽകി ആദരിച്ച സർവകലാശാല ഏത്? ഉത്തരം കാലിക്കറ്റ് സർവകലാശാല. ബഷീറിന്റെ വീട്ടുപേര് എന്തായിരുന്നു? ഉത്തരം വയലാലിൽ. ബഷീർ തന്റെ വീട്ടുമുറ്റത്ത് എന്തിന്റെ തണലിലാണ് ഇരിക്കാറുണ്ടായിരുന്നത്? ഉത്തരം മാങ്കോസ്റ്റിൻ മരം. ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ആരായിരുന്നു? ഉത്തരം പങ്കജ് മല്ലിക്. ബഷീറിന്റെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം 1943 രചിച്ച പ്രേമലേഖനം. പ്രേമലേഖനം എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? ഉത്തരം കേശവൻ നായരും സാറാമ്മയും. ബാല്യകാലസഖിയിലെ നായകനും നായികയും ആരെല്ലാം? ഉത്തരം മജീദും സുഹ്റയും. തുമ്മിയാൽ തെറിക്കുന്ന നാസിക ആരുടെ കൃതിയിലെ പ്രയോഗമാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാലസഖിയിലെ പ്രയോഗമാണ് തുമ്മിയാൽ തെറിക്കുന്ന നാസിക. ബാല്യകാലസഖിക്ക് അവതാരിക എഴുതിയത് ആര്? ഉത്തരം പ്രൊഫസർ MP പോൾ. ബഷീറിന്റെ ആത്മകഥാപരമായ പ്രശസ്ത നോവൽ ഏതാണ്? ഉത്തരം ന്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു. ന്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്നു എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആര്? ഉത്തരം കുഞ്ഞു പാത്തുമ്മ, നിസാർ അഹമ്മദ്. ബഷീറിന്റെ ജയിൽ അനുഭവങ്ങൾ പശ്ചാത്തലമാക്കിയ നോവൽ ഏത്? ഉത്തരം മതിലുകൾ. മതിലുകൾ എന്ന നോവലിലെ നായകൻ ബഷീർ തന്നെയാണ്. നായിക ആരാണ്? ഉത്തരം നാരായണി. മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന ചലച്ചിത്രത്തിൽ ബഷീറായി അഭിനയിച്ചത് ആരാണ്? ഉത്തരം മമ്മൂട്ടിയാണ്. ബഷീറിന്റെ വിഖ്യാതമായ ആക്ഷേപഹാസ്യ നോവൽ ഏതാണ്? ഉത്തരം ശബ്ദങ്ങൾ. കുട്ടപ്പായി, അക്കരപ്പച്ച എന്നീ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? ഉത്തരം ശബ്ദങ്ങൾ. ബഷീറിന്റെ പ്രശസ്തമായ ഭൂതക്കഥ അല്ലെങ്കിൽ യക്ഷിക്കഥ ഏതാണ്? ഉത്തരം നീലവെളിച്ചം. നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി ബഷീർ തന്നെ തിരക്കഥയെഴുതി നിർമ്മിച്ച സിനിമ ഏത്? ഉത്തരം ഭാർഗവീ നിലയം. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഏതാണ്? ഉത്തരം ഭാർഗവീ നിലയം. ആനവാരി രാമൻ, പൊൻകുരിശ് തോമ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന കൃതി ഏത്? ഉത്തരം ആനവാരിയും പൊൻകുരിശും. ബഷീറിന്റെ ഏത് കൃതിയാണ് പൂർണ്ണമായും സ്വന്തം വീട്ടിലെ അന്തരീക്ഷത്തിൽ എഴുതിയത്? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ മുഖവുര എഴുതിയത് ആര്? ഉത്തരം സുകുമാർ അഴീക്കോട്.
മണ്ടൻ മുത്തപ്പൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ഉള്ളത്? ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നോവലിലെ നായിക ആരാണ്? ഉത്തരം സൈനബ. ബഷീറിൻ്റെ അമാനുഷിക കഥാപാത്രമായ ലൂസിഫർ വരുന്ന കൃതി ഏത്? ഉത്തരം അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. ബഷീറിൻ്റെ ആദ്യകാല ഡയറി കുറിപ്പുകൾ പുസ്തകമാക്കിയത് ഏത് പേരിൽ? ഉത്തരം അനുരാഗത്തിൻ്റെ ദിനങ്ങൾ. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയിലെ നായകൻ ആരാണ്? ഉത്തരം മൂക്കൻ. കേവലം ഒരു മൂക്കിൻ്റെ വളർച്ചയെ പരിഹസിച്ച് ബഷീർ എഴുതിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കഥ ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വിഡ്ഢികളുടെ സ്വർഗം. ഒരു ഭഗവദ്ഗീതയും കുറെ മുലകളും എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മനുഷ്യർ ഒന്നോർക്കണം ഏതു ദിക്കിലും ദൈവമുണ്ട് ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ബഷീറിൻ്റേത്. "ഇൻഡു പൂപ്പാക്കൊരാനണ്ടാർന്നു" എന്ന കൃതിയിലെ വരികളാണിവ. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല എന്ന് പ്രഖ്യാപിച്ച എഴുത്തുകാരൻ ആര്? ഉത്തരം ബഷീർ. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെയാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. പ്രണയം ദൈവമാണ്, ദൈവം പ്രണയമാണ് എന്ന് പറഞ്ഞതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. സുന്ദരമായ ഈ ലോകം അവസാനിപ്പിക്കാൻ മാത്രമുള്ള എന്ത് സങ്കടമാണ് മനുഷ്യർക്കുള്ളത്? ഇത് ഏത് കൃതിയിലെ വരിയാണ്? ഉത്തരം ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന കൃതിയിലെ വരികളാണിവ. ജീവിതം യൗവനതീക്ഷ്ണവും മധുരപര്യവസായിയുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് തുടങ്ങുന്ന പ്രേമലേഖനം ആരുടേതാണ്? ഉത്തരം കേശവൻ നായർ സാറാമ്മയ്ക്ക് എഴുതുന്നത്. ബഷീർ തൻ്റെ കൃതികളിൽ സർവശക്തനായ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ച പേര് എന്താണ്? ഉത്തരം യാ ഇലാഹി. മരണത്തിൻ്റെ നിഴലിൽ ജീവിക്കുമ്പോഴും മനുഷ്യൻ പ്രണയിക്കുന്നു. ഈ സന്ദേശം നൽകുന്ന നോവൽ ഏതാണ്? ഉത്തരം മരണത്തിൻ്റെ നിഴലിൽ. എൻ്റെ ഉമ്മ ഒരു പാവം സ്ത്രീയായിരുന്നു. ഈ വരികൾ ഏത് നോവലിലാണ് ഉള്ളത്? ഉത്തരം ബാല്യകാലസഖി. ബഷീറിൻ്റെ കൃതികളിൽ ആദ്യമായി സിനിമയാക്കപ്പെട്ടത് ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. 1967 പുറത്തിറങ്ങിയ ബാല്യകാലസഖി സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആര്? ഉത്തരം പ്രേം നസീർ. ബഷീറിൻ്റെ കഥയെ ആസ്പദമാക്കി P.A. ബക്കർ സംവിധാനം ചെയ്ത ചിത്രം ഏത്? ഉത്തരം പ്രേമലേഖനം. ബഷീറിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത്? ഉത്തരം ബഷീർ പുരസ്കാരം. ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള സ്മാരകം ഏത്? ഉത്തരം ബഷീർ സ്മാരക വായനശാല. മതിലുകൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് ലഭിച്ച അവാർഡ് ഏതാണ്? ഉത്തരം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ്. ഏറ്റവും ഒടുവിൽ നീലവെളിച്ചം എന്ന പേരിൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയിൽ ബഷീറിൻ്റെ വേഷം ചെയ്തത് ആര്? ഉത്തരം ടൊവിനോ തോമസ്. ബഷീർ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 86 വയസ്സ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ ആദ്യത്തെ കഥ ഏതാണ്? ഉത്തരം തങ്കം. ബഷീർ തൻ്റെ യാത്രാവേളകളിൽ സ്വീകരിച്ച വ്യാജ പേരുകൾ ഏതെല്ലാം? ഉത്തരം പ്രഭു, മുഹമ്മദ് ഹുസൈൻ, സൂഫി. ബഷീർ എത്ര വർഷത്തോളം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു? ഉത്തരം ഏകദേശം 9 വർഷത്തോളം. ബഷീറിൻ്റെ തൂലികാനാമങ്ങളിൽ ഒന്നായ MM ബഷീർ എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം മുഹമ്മദ് മുൻഷി ബഷീർ. മലയാള നോവലിസ്റ്റുകളിൽ സ്വന്തമായി ഒരു നിഘണ്ടു തന്നെയുണ്ടാക്കിയ എഴുത്തുകാരൻ ആര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ദ പെൻ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആര്? ഉത്തരം MA റഹ്മാൻ. ഓർമ്മക്കുറിപ്പുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ കൃതികളിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള നോവൽ ഏത്? ഉത്തരം ബാല്യകാലസഖി. ബഷീർ വളർത്തിയ ആടിൻ്റെ പേരെന്തായിരുന്നു? ഉത്തരം പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്തെല്ലാമാണ് തിന്നിരുന്നത്? ഉത്തരം പുസ്തകം, കമ്പിളിപ്പുതപ്പ്, പച്ചക്കറികൾ, അതുപോലെ തന്നെ കണ്ടതെല്ലാം തിന്നുമായിരുന്നു.
ബഷീർ എവിടെ വെച്ചായിരുന്നു തൻ്റെ കഥകൾ അധികവും എഴുതിയിരുന്നത്? ഉത്തരം ബേപ്പൂരിലെ തൻ്റെ വീട്ടുപറമ്പിലെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ വെച്ച്. ബഷീർ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏത് ക്ലാസ്സിൽ വെച്ചാണ് ഒളിച്ചോടിയത്? ഉത്തരം 5ാം ഫോറത്തിൽ. 5ാം ഫോറം മീൻസ് ഇപ്പോഴത്തെ 9ാം ക്ലാസ്. ബഷീറിന് ഗ്രാമഫോണിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള റെക്കോർഡുകൾ സമ്മാനിച്ചത് ആരാണ്? ഉത്തരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആരാധകരും. ബഷീറിൻ്റെ കഥകളിൽ ചിരിയുണർത്തുന്ന 2 കള്ളന്മാരുടെ പേരുകൾ എന്തായിരുന്നു? ഉത്തരം ആനവാരി രാമനും പൊൻകുരിശ് തോമനും. ബഷീർ തൻ്റെ നോവലായ പ്രേമലേഖനം എവിടെ വെച്ചാണ് എഴുതിയത്? ഉത്തരം ജയിലിൽ കിടന്നപ്പോൾ. ബഷീർ ജയിലിൽ കിടക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതും സർക്കാരിനെതിരെ എഴുതിയതും കൊണ്ടാണ് ബഷീർ ജയിലിൽ കിടന്നത്. "എൻ്റെ ഉപ്പൂപ്പാക്കൊരാനണ്ടാർന്നു" എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം എൻ്റെ ഉപ്പൂപ്പയ്ക്ക്, അതായത് എൻ്റെ മുത്തശ്ശന് ഒരു ആനയുണ്ടായിരുന്നു. ഇവിടെ ആന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പ്രതാപം പറഞ്ഞു നടക്കുന്നതിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്. ബഷീർ അന്തരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം M.K. സാനു. ബഷീറിൻ്റെ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത പ്രമുഖ പ്രൊഫസർ ആരാണ്? ഉത്തരം പ്രൊഫസർ R.E. ആഷർ. ബാല്യകാലസഖി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ നൽകിയ പേര് എന്താണ്? ഉത്തരം ചൈൽഡ്ഹുഡ് കമ്പാനിയൻ. ബഷീറിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഏറ്റവും വിപ്ലവകാരിയായ കഥാപാത്രമായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ശബ്ദങ്ങൾ എന്ന നോവലിലെ കഥാപാത്രങ്ങളെ. സുൽത്താൻ്റെ മകൾ എന്നത് ആരുടെ പുസ്തകമാണ്? ഉത്തരം ബഷീറിൻ്റെ മകൾ അനീസ് ബഷീർ എഴുതിയതാണിത്. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം വിളിച്ചോതുന്ന ഒരു പ്രശസ്തമായ ചെറുകഥ ഏത്? ഉത്തരം ഒരു ചെറിയ പക്ഷിയും പിന്നെ ഞാനും. ബഷീറിൻ്റെ ഹാസ്യരചനകളിൽ ഏറ്റവും ജനപ്രിയമായ ഒരു കഥാപാത്രമായ എട്ടുകാലി മമ്മൂഞ്ഞ് സ്വയം അവകാശപ്പെടുന്നത് എന്താണ്? ഉത്തരം നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളുടെയും കാരണക്കാരൻ താനാണെന്ന്. ചെവിയോർക്കുക, അന്തരീക്ഷത്തിൽ ബഷീറുണ്ട് എന്ന പുസ്തകം തയ്യാറാക്കിയത് ആര്? ഉത്തരം P.K. പാറക്കടവ്. ബഷീറിനെ മലയാളത്തിൻ്റെ ചാർലി ചാപ്ലിൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്ത്? ഉത്തരം കണ്ണീരിലും കടുത്ത ദരിദ്രത്തിലും ഹാസ്യം കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട്. മലയാള സാഹിത്യത്തിൽ ബഷീറിൻ്റെ സ്ഥാനം എന്താണ്? ഉത്തരം സാധാരണക്കാരുടെ ഭാഷ സാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ജനകീയ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ.